വലിയ ലീഡുണ്ടോ എന്നറിഞ്ഞാൽ അത് ട്രെൻഡാണോ എന്താണ് ഇനി എങ്ങോട്ടാണ് UDF കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടോ, ന്യൂനപക്ഷ വോട്ടുകളിൽ ചോർച്ചയുണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് ഇനി അറിയേണ്ട കാര്യങ്ങൾ. സന്ദീപ് വിവരവും മറ്റു വിവാദവും ഒക്കെ മറ്റേതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വോട്ടിനെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതുവരെയുള്ള കണക്കനുസരിച്ച്. പക്ഷേ 8ാം റൗണ്ടിന്റെ കണക്ക് കൂടി വന്നാൽ അക്കാര്യത്തിൽ നമുക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താം. വലിയ വലിയ മേൽക്കൈ UDF നേടാൻ പോകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 3795 സ്വന്തമാക്കുകയാണ്. 3795 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചിരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി UDF വേണ്ടി പാലക്കാട്ട് അജയ്യമായ യാത്ര തുടങ്ങുകയാണ്. റൗണ്ട് 8-ൽ 5258 വോട്ട്. റൗണ്ട് 8-ൽ 5258 വോട്ട് UDF. NDAക്ക് കേവലം 1703 വോട്ട് മാത്രം. NDAക്ക് 1703 വോട്ട് മാത്രം. UDF 5258. ഏറെക്കുറെ പകുതി. LDF 2800. അവിടെയും LDF ആണ് രണ്ടാം സ്ഥാനത്ത്. ഇനി അങ്ങോട്ട് UDF തേരോട്ടമാണ്. ഗോകുൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. 3795 വോട്ടുകൾക്ക്, അതായത് മുനിസിപ്പാലിറ്റി എണ്ണി കഴിഞ്ഞിരിക്കുന്നു. മുനിസിപ്പാലിറ്റി എണ്ണുമ്പോൾ 3795 ലീഡ് 10,000-ലേക്കാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതായത് ഈ മുനിസിപ്പാലിറ്റിയിലെ ബൂത്തുകൾ എണ്ണി കഴിയുമ്പോൾ 3000-ലധികം വോട്ടുകളുടെ ലീഡ് ഇപ്പോൾ UDF സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. അതായത് നഗരസഭാ പരിധി കഴിഞ്ഞ് പിരായിരി മേഖലയിലേക്ക് രാഹുലിന്റെ ലീഡ് 5000 കടന്നിരിക്കുന്നു. അതായത് പിരായിരി വരുന്നു. ഞാൻ പറഞ്ഞില്ലേ 8ാം റൗണ്ടിൽ 3500-ലധികം വോട്ടിന്റെ ലീഡോ. പിരായിരി ഒരു വോട്ടിന്റെ ലീഡ് പിരായിരിയിലെ 5 ബൂത്തുകൾ എണ്ണിയപ്പോൾ തന്നെ, അതായത് ഇത് വലിയ വിജയത്തിലേക്കാണ്. പാലക്കാട് UDF വമ്പൻ വിജയത്തിലേക്ക് പോവുകയാണ്. ഇതിനർത്ഥം ന്യൂനപക്ഷ വോട്ടുകൾ എൻ ബ്ലോക്കായി തന്നെ UDF കിട്ടുന്നു. പിരായി യാക്കര മുതൽ അതിന്റെ ട്രെൻഡ് കണ്ടു തുടങ്ങി. പിരായിരി എണ്ണി തുടങ്ങുമ്പോഴേക്ക് വമ്പിച്ച ലീഡിലേക്ക്, അതായത് 10,000 ലീഡ് പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിന്ന നിൽപ്പിൽ 5 ഇരട്ടി ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 5012ലേക്ക് കോൺഗ്രസ് സ്വന്തം ലീഡ് നിലനിർത്തിക്കാൻ ഇനി തിരിച്ചു പോക്കില്ല. ഇത് പാലക്കാടൻ കോട്ടയിലേക്കുള്ള തേരോട്ടമാണ് UDF-ന്റേത്. 5012 വോട്ടിന്റെ ലീഡ്, സ്വപ്ന തുല്യമായ ലീഡ് 5100. കേവലം 6 ബൂത്തിലെ വോട്ടേ പിരായിരിൽ എണ്ണിയിട്ടുള്ളൂ. 6 ബൂത്തിലെ വോട്ടേ എണ്ണിയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ വമ്പൻ മാർജിനിലേക്ക്, വമ്പൻ ലീഡിലേക്ക് വരുന്നത്. ഇത് ഇവിടെയെങ്കിലും നിൽക്കുന്ന കളിയല്ല, അതിജീവിച്ചു കഴിഞ്ഞു. ഷാഫി പറമ്പിലിന് മുകളിൽ പോയിരിക്കുന്നു. നിലവിലെ ലീഡ് ഇത് ഇവിടെ നിൽക്കുന്ന കളിയല്ല. കൃത്യമാണ്, ട്രെൻഡ് കൃത്യമാണ്. 105, 106, 107, 108, 109, 110 ഇങ്ങനെ 6 ബൂത്ത് മാത്രമേ പിരായിരിൽ എണ്ണി തുടങ്ങിയിട്ടുള്ളൂ. 6 ബൂത്തേ ഉള്ളൂ, ബാക്കി നഗരസഭയാണ്. അവിടെയാണ് ഈ ലീഡ് കാണിക്കുന്നത്. അതായത് ഇവിടെ NDA ഒരു 10,000-അടുത്ത് വോട്ടിന് ലീഡ് ചെയ്ത ഘട്ടത്തിൽ പോലും അതിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന എണ്ണം ബൂത്തുകളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പൊ ഈ 5000 എന്നുള്ളത് 10,000-ന് മുകളിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാലക്കാട് ഇഞ്ചോടിഞ്ച് മത്സരവും ഒരു 3000 വോട്ടിന്റെ വിജയവും ഒക്കെയാണ് രാഹുലിന് എല്ലാവരും കൽപ്പിച്ചു കൊടുത്തത് എങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. ഒരു വലിയ വിജയത്തിലേക്ക്, തിളക്കമേറിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ചേലക്കരയിലും LDF തിളക്കമേറിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ 10,231 വോട്ടുകളുടെ ലീഡുമായി UR പ്രദീപ് ഒരു പഞ്ചായത്തിലും അവിടെ UDF-ന് ലീഡില്ല. ചേലക്കരയിൽ വമ്പിച്ച വിജയം LDF നേടും എന്നുള്ളത് ഉറപ്പിക്കാം. തിളക്കമാർന്ന ജയം UR പ്രദീപ് നേടുമ്പോൾ തിളക്കമാർന്ന ജയം പാലക്കാട് രാഹുൽ മാങ്കൂട്ടവും നേടും. ഇനി അങ്ങോട്ട് കൂടുകയുള്ളൂ, കുറയുകയില്ല. ഒരിക്കൽ കൂടി പറയണം ആ കണക്ക്, കാരണം അവിശ്വസനീയമായ കണക്കാണ് ഈ വന്നത്. അവിശ്വസനീയമായ കണക്കാണ് 8ാം റൗണ്ടിൽ വന്നിരിക്കുന്ന ഈ ലീഡ് എന്ന് പറയുന്നത്. അത് ഒരിക്കൽ കൂടി പറയേണ്ടതായി ഉണ്ട് എന്ന് തോന്നുന്നു. 3795 വോട്ടിന്റെ ലീഡ്. ടോട്ടൽ ലീഡ് 4980 കുറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. 4980 കുറഞ്ഞിട്ടുണ്ട്. വിജയാഘോഷം കാണുന്നുണ്ടോ? UR പ്രദീപിനെ ചേർത്ത് പിടിക്കുകയും ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ് LDF-ന്റെ നേതാക്കൾ. അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, മേൽക്കൈ എന്ന് പോലുമല്ല, വിജയം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം LDF-ന് ചേലക്കരയിൽ ഇല്ല എന്നുള്ളതാണ്. ആ കാഴ്ചകളുടെയൊക്കെ അടിസ്ഥാനം കെ രാജൻ മന്ത്രി അടക്കമുള്ളവർ ആ വിഷ്വലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. LDF ആഘോഷിച്ചു തുടങ്ങിയാണ്. ചേലക്കരയിൽ പാലക്കാട്ട് UDF-ഉം രാഹുൽ മാങ്കൂട്ടത്തിലും ആഘോഷിക്കുക തന്നെ. കേരളത്തിൽ UDF LDF വിജയങ്ങൾ. BJP ചിത്രത്തിലേ ഇല്ല. BJP-യുടെ ഒരു ദുസ്വപ്നത്തിലും ഇല്ലാത്ത കനത്ത തോൽവി. ചെറിയ തോൽവി പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്ര വലിയ തോൽവി BJP-യുടെ ഒരു സ്വപ്നത്തിലും ഇല്ലാത്തതാണ്. കനത്ത തോൽവിയിലേക്കാണ് പാലക്കാട് BJP പോകുന്നത്. വമ്പിച്ച വിജയത്തിലേക്കാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം പോകുന്നത്. ഇപ്പോഴത്തെ 5000 10,000 ആകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. ഇനി എണ്ണാനുള്ളത് പിരായിരിയിലെ ബൂത്തുകളാണ്. 2 റൗണ്ടുകൾ പിരായിരിയാണ്. അത് കഴിഞ്ഞാൽ മാത്തൂർ, അത് കഴിഞ്ഞാൽ കണ്ണാടി. എണ്ണി കഴിയുമ്പോൾ 12,000 വോട്ടിനെങ്കിലും മുന്നിൽ വരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു. BJP-യെ സ്വന്തം ഏരിയകൾ കൈവിട്ടപ്പോൾ UDF ഏരിയകൾ കൈ അയച്ച് രാഹുലിനെ സഹായിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു
തരംഗമായി മാറിയിരിക്കുന്നു പാലക്കാട്. യു ഡി എഫിന്റെ കോട്ട, യു ഡി എഫിന്റെ വോട്ട് എന്നതിനപ്പുറത്ത്, പൊളിറ്റിക്കൽ വോട്ടിനപ്പുറത്തേക്ക് ജനങ്ങളുടെ, നിഷ്പക്ഷരായ ജനങ്ങളുടെ മതേതര വോട്ടുകളൊക്കെ സമാഹരിക്കാൻ ഷാഫി പറമ്പിലിന് LDF പറഞ്ഞതുപോലെ തന്നെ ഒരു പിൻഗാമി ഉണ്ടായിരിക്കുന്നു. പിൻഗാമി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിവാദം. പിൻഗാമി ഉണ്ടായിരിക്കുന്നു. ഷാഫി പറമ്പിലിന് നേടാൻ കഴിയുന്ന വോട്ടുകൾക്കപ്പുറത്തേക്ക്, ഷാഫി പറമ്പിൽ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞവർക്ക് ഷാഫി പറമ്പിലിന് നേടാൻ കഴിയുന്ന വോട്ടുകൾക്കപ്പുറത്തേക്ക് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ലീഡ് നില മുന്നോട്ട് പോകുന്നത്. 5000 കടന്നിരിക്കുന്നു. ഇനി UDF കോട്ടകളിൽ നിന്ന് അധികം കിട്ടുന്ന വോട്ടുകൾ എത്രയെന്ന് എണ്ണി നോക്കിയിരുന്നാൽ മതി രാഹുലിന്റെ വിജയം എത്രത്തോളം പ്രൗഢമായിരിക്കുമെന്ന് കണ്ടറിയാൻ.